തിരുവനന്തപുരത്ത് കൂലി ചോദിച്ചതിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചതായി പരാതി. വർക്കല സ്വദേശി സാജിനെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത്. ഇരുചക്ര വാഹനം നന്നാക്കിയതിന്റെ കൂലി ചോദിച്ചതിനായിരുന്നു ആക്രമണം. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപണം. ഇവരുമായി MS വീണ ചേരുകയാണ്. വീണ, എന്താണ് സംഭവിച്ചത്? വീണ, കേൾക്കാമോ? എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിവരങ്ങൾ കൂടി. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ക്രൂരതയുടെ മറ്റൊരു മുഖം തന്നെയാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം വർക്കലയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നത്. തിരുവനന്തപുരം വർക്കലയിലെ വർക്ക്ഷോപ്പ് ഉടമയ്ക്കാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. പണിക്കൂലി ചോദിച്ചതിനെ തുടർന്ന് 200 രൂപ മാത്രമാണ് പണിക്കൂലിയായി ചോദിച്ചത്. ആ ചോദിച്ചതിന്റെ പേരിലാണ് ക്രൂരമായി മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇരുചക്ര വാഹനമായിരുന്നു നന്നാക്കി കൊടുത്തത്. അതിന്റെ പേരിൽ ഒരു സംഘം, രണ്ടംഗ സംഘമാണ് ഈ സാജനെ ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയും മുതുകിലും വാരിയെല്ലിലും മാരകമായി ചുറ്റിക കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തത്. നിലവിൽ ഇയാൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാൽമുട്ടിന് ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. മറ്റൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം കൂടി സാജൻ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അയിരൂർ പോലീസിന് പരാതി നൽകിയെങ്കിൽ പോലും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് സാജൻ ആരോപിക്കുന്നത്. പോലീസ് ഇതുവരെയും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നും സാജൻ പറയുന്നുണ്ട്. അക്രമം നടത്തിയവരുടെ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടും പോലീസ് നിസ്സംഗത തുടരുന്നു എന്നാണ് ആരോപിക്കുന്നത്. പ്രതികളിൽ ഒരാൾ വിദേശത്തേക്ക് കടക്കുവാൻ സാധ്യതയുണ്ടെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിക്കൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് വർക്ക്ഷോപ്പ് ഉടമയുടെ തീരുമാനം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം സമർപ്പിച്ചുകൊണ്ട് ഉന്നത പോലീസുകാർക്ക് പരാതി നൽകാനാണ് സാജന്റെ തീരുമാനം. KP MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.